സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് മുമ്പായി പി.ജെ. ജോസഫ് നടത്തിയ പ്രതികരണമാണ് കേട്ടത്. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സമീർ വാഴങ്ങോട് ചേരുകയാണ്. സമീർ, നിലപാടിൽ ഉറച്ചു തന്നെ പി.ജെ. ജോസഫ് നിൽക്കുകയാണ്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാതെ മാണിയും നിൽക്കുന്നു. എങ്ങോട്ടാണ് കേരള കോൺഗ്രസ് നീങ്ങുന്നത്? രണ്ടില വഴി പിരിയുമോ? അത്തരം ഒരു സാധ്യത തള്ളിക്കളയാൻ ആകില്ല. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് എം മാണിയോടും ഒപ്പം തന്നെ അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവരും പി.ജെ. ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന ആവശ്യം ശക്തമാക്കുന്നു. അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ അദ്ദേഹം പി.ജെ. ജോസഫ് പറഞ്ഞ ഒരു കാര്യം തവണ താൻ മത്സര രംഗത്ത് ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. ഇന്ന് അല്പസമയം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് കണ്ടപ്പോൾ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചത് ഏക സീറ്റാണ്, കോട്ടയം സീറ്റ്. ആ ഒരു സീറ്റിൽ തന്നെ മത്സരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ടില്ല എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുമ്പോൾ എന്ത് തീരുമാനമായിരിക്കും മാണിയും ജോസ് മാണിയും എടുക്കുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു നിർണായകമായിട്ടുള്ള ദിനമാണ് എന്ന് നമുക്കറിയാം. ഇന്ന് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗവും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗവും ചേരുന്നത്. പാലായിലേക്ക് ഇപ്പോൾ പി.ജെ. ജോസഫ് എത്തിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് പി.ജെ. ജോസഫ് എം.എൽ.എ പാർട്ടി ചെയർമാൻ കൂടിയായിട്ടുള്ള കെ.എം. മാണിയുടെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിൽ ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ചർച്ചയാണ് ഈ ചർച്ചയിൽ മോഹൻ ജോസഫ് എം.എൽ.എ, റോഷി അഗസ്റ്റിൻ എം.എൽ.എ, അതോടൊപ്പം തന്നെ മുൻ എം.പി ജോയ് എബ്രഹാം എന്നിവരും ഒപ്പം ജോസ് മാണി എം.പിയുമാണ് പങ്കെടുക്കുന്നത്. കെ.എം. മാണിയുമായി തന്റെ കാര്യങ്ങൾ, തന്റെ സ്ഥാനത്തിനെ സംബന്ധിച്ചുള്ള അഭ്യർത്ഥന കെ.എം. മാണിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നും അത് ഇന്ന് ഒരിക്കൽ കൂടി അക്കാര്യം അദ്ദേഹത്തെ അറിയിക്കും എന്നത് സംബന്ധിച്ചുമാണ് പി.ജെ. ജോസഫ് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിനും സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടും കൂടിയാണ് പി.ജെ. ജോസഫ് തൊടുപുഴയിൽ നിന്ന് പാലായിലെത്തിയിട്ടുള്ളത്. അതേസമയം ആ ഒരു നിലപാടിനോട് എത്രമാത്രം കെ.എം. മാണിയും ജോസഫ് മാണിയും അതോടൊപ്പം തന്നെ അവരെ പിന്തുണയ്ക്കുന്നവരും ഒരു വിധത്തിലായിരിക്കും പി.ജെ. ജോസഫിന്റെ ഈ തീരുമാനത്തോട് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുമോ അതല്ല അവർ നേരത്തെ ഉന്നയിച്ചതുപോലെ തന്നെ പി.ജെ. ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കേണ്ട എന്ന ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷാകരമായിട്ടുള്ള ഒരു സമയമാണ് കടന്നു പോകുന്നത്. കേരള കോൺഗ്രസ് നിർണായകമാണത്. പി.ജെ. ജോസഫിനെ ഒരിക്കലും സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് എങ്കിൽ ഒരു പക്ഷേ പാർട്ടിയിൽ വളരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം കേരള കോൺഗ്രസ് എന്ന് വളരെ പ്രതിസന്ധിയിലായ കാലഘട്ടമായിരുന്നു ഭാരതീയ കേസുമായി ബന്ധപ്പെട്ട് കെ.എം. മാണി പ്രതിസന്ധിയിലായ സാഹചര്യം. ആ ഘട്ടത്തിലൊന്നും തന്നെ പാർട്ടി വിട്ടുപോരാതെ കേരള കോൺഗ്രസ് എന്നിനെ പുലർത്താതെ നിന്ന വ്യക്തിയാണ് പി.ജെ. ജോസഫ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാതെ കേരള കോൺഗ്രസ് മാണി വിഭാഗം നിലനിൽക്കുമ്പോൾ മത്സരിക്കാൻ ഉറച്ചു തന്നെയാണ് ജോസഫ് മുന്നോട്ട് നീങ്ങുന്നത്. കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കാനുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക യോഗങ്ങൾ ഇന്ന് ചേരും. പാർലമെന്ററി പാർട്ടി യോഗം, സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങിയവയാണ് ചേരുക. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പി.ജെ. ജോസഫിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മാണി വിഭാഗം. മത്സരിക്കാൻ സീറ്റ് വേണമെന്ന് ഉറച്ച് ജോസഫ് വിഭാഗവും നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ്. രണ്ടില രണ്ട് വഴിക്കാകുമോ എന്നുള്ള വിവരങ്ങളാണ് ഇന്ന് അറിയാൻ സാധിക്കുക. എന്തായാലും വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, എന്തായാലും കേരള കോൺഗ്രസിൽ മുതിർന്ന നേതാക്കൾക്കടക്കം അതൃപ്തി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏത് നിലയിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്? UDF-ൽ നിന്ന് അധിക സീറ്റുകൾ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ പാർട്ടിയുടെ പക്കലുള്ള കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ പി.ജെ. ജോസഫ് അരയും തലയും മുറുക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സീറ്റ് ജോസഫ് വിഭാഗത്തിന് വിട്ടുനൽകില്ലെന്ന് മാണി വിഭാഗവും ആണിടുന്നു. ഇതോടെ കോട്ടയത്ത് ആര് മത്സരിക്കണമെന്ന അനിശ്ചിതത്വം കേരള കോൺഗ്രസിൽ തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ജോസഫിന്റെ പരസ്യ പ്രതികരണം പല വാഗ്വാദങ്ങൾക്ക് ഒരുപക്ഷെ വഴിവെച്ചേക്കും. പക്ഷെ എന്തു വന്നാലും സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്നാണ് ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, പാർട്ടിക്കുള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്ന കമ്മിറ്റി ചുമതലപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. ജോസഫിനെ മുന്നിൽ നിർത്തി മാണി വിഭാഗത്തെ പുലർത്താൻ കോൺഗ്രസിലേക്ക് ഉന്നത നേതാക്കളാണ് ചരട് വലിക്കുന്നത് എന്ന ആരോപണം നിലനിൽക്കുന്നു. ഒപ്പം ഇടുക്കി ജോസഫിന് നൽകി കോട്ടയം സ്വന്തമാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. എന്തായാലും ജോസഫ് തന്റെ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത് പാർട്ടിയെ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് തള്ളിവിട്ടത് ജോസഫ് ആണ് എന്നുള്ള ഒരു അഭിപ്രായവും വലിയ രീതിയിൽ ശക്തമായി മാണി ഗ്രൂപ്പിൽ നിലനിൽക്കുമ്പോൾ ജോസഫിന്റെ നിലപാടിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നടത്തിയത്. അതേസമയം ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണി അതിരമ്പുഴയിലടക്കം പ്രചരണങ്ങൾ നടത്തിയതും വലിയ തരത്തിൽ ഒരു ആശങ്ക
ജോസഫ് വിഭാഗത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലടക്കം വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾക്ക് വഴിവെക്കും. എന്തായാലും സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയ ശേഷം ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരുപക്ഷെ ഉന്നത നേതാക്കളെല്ലാം തന്നെ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളിൽ നിന്ന് ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഉപയോഗിക്കാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും താൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു അഭ്യർത്ഥന പാർട്ടിയുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് ജോസഫ് കൃത്യമായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കെ എം മാണിയുമായി പലരടക്കം കൂടിക്കാഴ്ച അടക്കം നടത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വലിയ ഒരു തർക്കം ഉണ്ടായാൽ തന്നെ ഉന്നത നേതാക്കൾ ഇടപെട്ട് പരിഹരിക്കുന്നതിന് വേണ്ട സമിതിയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുക. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി എത്തുന്ന ഒരു ഘട്ടത്തിൽ ഈ പ്രശ്നത്തിന് ഏതെങ്കിലും ഒരു തരത്തിൽ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ജോസഫ് കടുത്ത നിലപാടിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ കെ എം മാണി മറ്റൊരു ഉപായം കൂടി മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ പാർട്ടിയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്താണ് ജോസ് കെ മാണി നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ജോസ് കെ മാണിയെ ചെയർമാനാക്കണം എന്നുള്ള ആവശ്യം അടക്കം ഉന്നയിച്ചേക്കാം. എന്തായാലും നിലവിൽ ഇപ്പോൾ ലയിച്ചതിന് ശേഷം കെ എം മാണിയുടെ പാർട്ടിക്കുള്ളിൽ ജോസഫ് വിഭാഗം എത്തിയതിനു ശേഷവും വലിയ കാര്യമായിട്ടുള്ള ഒരു സ്വാധീനം ആ പാർട്ടിക്കുള്ളിൽ ജോസഫ് വിഭാഗത്തിന് ഇല്ല എന്നുള്ള സ്ഥിതി നിലനിൽക്കുമ്പോൾ ജോസഫ് വിഭാഗം ഇനി ചെയർമാൻ സ്ഥാനം കൂടി ജോസ് കെ മാണിക്ക് വിട്ടു നൽകുന്നതോടുകൂടി കൂടുതൽ നിരായുധരായി തീരുന്ന ഒരു സാഹചര്യം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഏതൊക്കെ തരത്തിലായിരിക്കും സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില വിലപേശലുകളായിരിക്കും കെ എം മാണി നടത്തുക എന്നും അറിയാൻ സാധ്യതയുണ്ട്. എന്തായാലും സ്റ്റിയറിംഗ് കമ്മിറ്റി ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്ത് ചേരും. അതിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒരുപക്ഷെ ഉന്നത നേതാക്കൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു സമിതി രൂപീകരിക്കാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ. എന്തായാലും കേരള കോൺഗ്രസിൽ കോട്ടയം സീറ്റിനെ ചൊല്ലിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മത്സരിക്കാൻ ഉറച്ചു തന്നെ PJ ജോസഫ് നിൽക്കുമ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാതെ മാണിയും നിൽക്കുന്നു. പ്രതിസന്ധി തുടരുന്ന സാഹചര്യം കൂടി ആണ് എന്നാണ് പ്രശാന്ത് കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. മറ്റു വാർത്തകളിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തിനായി സാധ്യതാ പട്ടികയുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ദില്ലിയിലേക്ക് തിരിക്കും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ അംഗീകരിക്കുന്ന പേരുകൾ ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ ഈ മാസം 15-ന് പ്രഖ്യാപിക്കും. മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, VM സുധീരൻ തുടങ്ങിയവർ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ മത്സരിക്കും. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയുമായി മുതിർന്ന നേതാക്കൾ ഇന്ന് ദില്ലിക്ക് പോകും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ സാധ്യതാ പട്ടിക ചർച്ച ചെയ്യും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവർ ചേർന്നു നടത്തിയ ചർച്ചയിൽ രൂപം കൊണ്ട സാധ്യതാ പട്ടികയിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, മാവേലിക്കര, കോഴിക്കോട്, കണ്ണൂർ മണ്ഡലങ്ങളിൽ നിന്നും ഓരോ പേരുകൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഹൈക്കമാൻഡ് ആവശ്യപ്പെടുകയാണെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, VM സുധീരൻ എന്നിവരും മത്സരരംഗത്തുണ്ടാകും. ഇവർക്ക് 3 പേർക്ക് മുകളിലും ശക്തമായ സമ്മർദ്ദമാണ് ഉള്ളത്. മുല്ലപ്പള്ളി വടകരയിലും ഉമ്മൻചാണ്ടി ഇടുക്കിയിലും VM സുധീരൻ തൃശൂരിലുമാകും മത്സരിക്കുക. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാധ്യതാ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാന്റെ പേരിനാണ് പ്രഥമ പരിഗണന. എറണാകുളത്ത് KV തോമസിനൊപ്പം IB ഹീഡന്റെ പേരും പട്ടികയിലുണ്ട്. കാസർഗോഡ് അബ്ദുള്ളക്കുട്ടിയും സുബയ്യ റായി എന്നിവരും, ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാനും TN പ്രതാപനും, വയനാട്ടിൽ T സിദ്ദിഖും സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്കൊപ്പം PJ കുര്യന്റെ പേരും, ആലത്തൂരിൽ KA തുളസി, രമ്യ ഹരിദാസ് എന്നിവരും സാധ്യതാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ KC വേണുഗോപാലും പങ്കെടുക്കുന്നുണ്ട്. കമ്മിറ്റി അംഗീകരിക്കുന്ന പേരുകൾ ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകരിക്കും. ഈ മാസം 15-നാകും സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുക. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.